അവരെ വഴിക്ക് വിടുക. നാം നമ്മുടെ ശരിയായ റൂട്ടിൽ പോവുക. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്യങ്ങൾ അവരാണ് നമ്മുടെ മാർഗദർശനം തരുന്നവർ. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സ്വഹാബാക്കൾ, താബീങ്ങൾ, അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന ആ മുസ്തഖീമായ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ തുടർന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് റിലീസ് ആരെങ്കിലും അഡ്മിന്മാരാണെങ്കിലും മൈക്ക് കൊടുക്കുക. പ്രവർത്തനത്തിൽ നമുക്ക് അവരെ വഴിക്ക് വിടുക. നാം നമ്മുടെ ശരിയായ റൂട്ടിൽ പോവുക. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്യങ്ങൾ അവരാണ് നമ്മുടെ മാർഗദർശനം തരുന്നവർ. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സ്വഹാബാക്കൾ, താബീങ്ങൾ, അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന ആ മുസ്തഖീമായ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ എത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മെ പരിചയപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത കാലം തൊട്ട് തന്നെ ഇസ്ലാം ഇവിടെ എത്തി എന്നതിൽ രണ്ടഭിപ്രായം. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ നിസ്കാരത്തിന് ശേഷം വളരെ പരമ്പരാഗതമായി ആരെങ്കിലും അഡ്മിന്മാരാണെങ്കിലും മൈക്ക് കൊടുക്കുക. നൂറ്റാണ്ടുകളുടെ പരമ്പരയുള്ള യഥാർത്ഥ പരിശുദ്ധ നമ്മുടെ ശരിയായ സുന്നത്ത് ജമാഅത്ത് നമ്മുടെ ഉസ്താദുമാർ അതിവിടെ നിലനിന്ന് പോരുമ്പോൾ അവരാണ് നമ്മുടെ മാർഗദർശനം തരുന്നവർ. അവരെ പിന്നാലെ ഉറച്ചുള്ള പോലെ ഒരു തർക്കങ്ങളോട് ദീനിയായ വിഷയങ്ങളിൽ ആ കാലം ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ എന്റെ പല വിഷയങ്ങളിലും തർക്കം നടന്നതായി രാജസയ്യിദായ തമ്പുരാനെ കാണുന്ന ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം എഴുതിയ അവിടുത്തെ സ്വഹാബാക്കൾ, താബീങ്ങൾ, കേരളത്തിന്റെ ചരിത്രം എഴുതിയവരുണ്ട്. ചൊവ്വായ വഴി ആ കാലഘട്ടങ്ങളിൽ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു പ്രസ്ഥാനത്തിന്റെ അരികിൽ നിന്ന് ഒരു തർക്കമുള്ളതായി എവിടെയും ഒരു രേഖയും ഇല്ല. ഇതെന്താണ് തെളിയിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് മഹത്തുക്കളായ സ്വഹാബ അതേപോലെ നാം നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്യങ്ങൾ അവരാണ് മാർഗദർശനങ്ങളാണ്. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ എന്റെ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ ഗമിച്ചു എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സ്വഹാബാക്കൾ, താബീങ്ങൾ പിൻപറ്റി അങ്ങനെ അവരിലൂടെ പോരുകയും ആ മുസ്തഖീമായ ചൊവ്വായ വഴിയിൽ ആ നല്ല പ്രതാപനത്തിലൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇസ്ലാമിന്റെ പരിപാവനമായ ആ രൂപം ഇവിടെ വളരുകയും ചെയ്തു. അത് എത്ര കാലം വരെ പോയെന്ന് ചോദിച്ചാൽ ഹിജ്റ 1000 ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ നിസ്കാരത്തിന് ശേഷം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആരെങ്കിലും അഡ്മിന്മാരാണെങ്കിലും മൈക്ക് കൊടുക്കുക. 1921 കാലഘട്ടം നാം അവരെ വഴിക്ക് വിടുക. ഇവിടെ അങ്ങനെ ഒരു നമ്മുടെ ശരിയായ റൂട്ടിൽ പോവുക. നമ്മുടെ ഉസ്താദുമാർ, പരസ്പരം നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്യങ്ങൾ അവരാണ് ആരോപിക്കുകയോ തരുന്നവർ. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എല്ലാവരും ആഹ്വാനം ചെയ്തുകൊണ്ട് ആശയത്തോടെ ഞാൻ എന്റെ വാക്കുകളായിരിക്കും. അർഹമുറാഹിമായ അതിനായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ,
അവിടുത്തെ സ്വഹാബാക്കൾ ഇവിടെ ചെലവാക്കിങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ ചൊവ്വായ വഴി വളരെ തന്ത്രപരമായി ചേർത്ത റഹ്മാനെ ചില പരിപാടികൾ ആസൂത്രണം ചെയ്തു. നമുക്കറിയാം ആദ്യമായി ഉണ്ടായ ഐക്യസംഘവും ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ തുടർന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് റിലീസ്. ആരെങ്കിലും അഡ്മിന്മാരാരെങ്കിലും മൈക്ക് കൊടുക്കുക. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന അവരെ വഴി സംഘടനയും നാം നമ്മുടെ ശരിയായ റൂട്ടിൽ പോവുക, നമ്മുടെ അതിന്റെ പിറവിയെടുക്കുന്നത് തന്നെ നമ്മുടെ സാദാത്യങ്ങൾ അവരാണ്. നമ്മുടെ പുത്തരിൽ നിന്നാണ് മാർഗദർശനം തരുന്നവർ. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബാക്കളാണ് അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ വളരെ ആവശ്യമായ സന്ദർഭത്തെ ഉറപ്പിച്ചു നിർത്തേ റഹ്മാനെ. അസ്സലാമു അലൈക്കും. ജനങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ശരിയായ വഴി പാത ഇന്നതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത സഭ നിസ്കാരത്തിന് ശേഷം ഇൻഷാല്ലാഹ് ലൈവ് തുടരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് റിലീസ്. ആരെങ്കിലും അഡ്മിന്മാരാരെങ്കിലും മൈക്ക് കൊടുക്കുക. അവരെ ബഹുമാനപ്പെട്ട അഹമ്മദാജി എന്ന പേരിൽ അറിയപ്പെടുന്ന റൂട്ടിൽ പോവുക. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്യങ്ങൾ അവരാണ് നമ്മുടെ മാർഗദർശനം തരുന്നവർ. അവരെ നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഉസ്താദുമാരുടെ ആ ശൃംഖല ചെന്നുമുട്ടുന്ന അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബാക്കൾ താബീങ്ങൾ അങ്ങനെ അവരിലൂടെ ചൊവ്വായ വഴി കരുത്തനായ ഉറപ്പിച്ചു നിർത്തേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി മഹാനവരുടെ ഉസ്താദ് ഉസ്താദുൽ അസാത്തീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അത്ര ശിഷ്യന്മാരുടെ ശിഷ്യ സമ്പത്തുള്ളവരാൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത കാലങ്ങളിൽ ലൈവ് തുടരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് റിലീസ്. ആരെങ്കിലും അഡ്മിന്മാരാരെങ്കിലും മൈക്ക് കൊടുക്കുക. അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട അവരെ വഴിക്ക് വിടുക. അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, അവരാണ് നമ്മുടെ മാർഗദർശനം തരുന്നവർ. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും അവിടുത്തെ നാട്ടുകാരൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു എന്നല്ല ബഹുമാനപ്പെട്ടവരുടെ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾ താബീങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ ചൊവ്വായ വഴി ഞങ്ങളെ ഉറപ്പിച്ചു. 1919 വഫാത്താവുകയാണ്. അവിടുത്തെ വഫാത്തിന് ശേഷം പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് അയാൾ വിദ്യാസിയുമായി വരികയാണ്. പക്ഷേ നേരത്തെ ചെറിയ എ പി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച പോലെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ലൈവ് തുടരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് റിലീസ്. ആരെങ്കിലും അഡ്മിന്മാരാരെങ്കിലും മൈക്ക് കൊടുക്കുക. അയാൾ ഉള്ളുകൊണ്ട് മുങ്ങിനല്ല, അവനെ വിടുക, പുറത്തു പോവുകയും നമ്മുടെ ശരിയായ റൂട്ടിൽ പോവുക. ഞാനാണ് നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്യങ്ങൾ പറഞ്ഞതുപോലെ അവരാണ് നമ്മുടെ മാർഗദർശനം തരുന്നവർ. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട വസിയത്തോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾ താബീങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന 1919 വഫാത്തായതിനു ശേഷം റഹ്മാനെ പുതിയ ആശയവുമായി ഇയാൾ രംഗത്ത് വന്നതാണ് 2-3 കൊല്ലം കഴിഞ്ഞ്. അങ്ങനെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നപ്പോൾ, പുത്തൻ ആശയങ്ങളും കടന്നു വന്നപ്പോൾ അതിനെതിരിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തനതായ രൂപം സ്വീകരിക്കാനും സംശയങ്ങൾ അകറ്റിക്കൊടുക്കാനും വേണ്ടി
അവരെ വഴിക്ക് വിടുക, നമ്മുടെ ശരിയായ റൂട്ടിൽ പോവുക. നമ്മുടെ ഉസ്താദുമാർ, അവരാണ് നമ്മുടെ മാർഗദർശനം തരുന്നവർ. ഇത്രയും വലിയ മഹത്തായ എന്റെ നഫ്സിനോടും നിങ്ങളോടും ആദർശം അതിവിടെ ചെയ്തുകൊണ്ട് ദ്വാരക്കുന്നതിനു വേണ്ടി സ്ഥാപിതമായ സമസ്തകളിൽ അർഹമുറാഹിമായ ഞങ്ങളെ എല്ലാവരെയും വലിയ മഹാന്മാരായ തങ്ങൾ നിസ്വാർത്ഥരായ നേതാക്കളെ അവരിലൂടെ കിട്ടിപ്പോന്ന അടിഞ്ഞവായ വഴി ഏറ്റിൽ ഞങ്ങളെ അങ്ങനെ വർഷങ്ങൾ മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അഹമ്മദ് കോയ, ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ, അവരൊക്കെ അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ വലിയ ആലിമീങ്ങൾക്ക് കൂടി ഉള്ള അവരുടെ വഫാത്തുവരെ ഉറച്ചു നിന്നവരും നമ്മുടെ ശരിയായ നമുക്ക് എല്ലാ ആശീർവാദങ്ങളും നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ എല്ലാ അവരാണ് നമ്മുടെ ഉണ്ടാക്കി തന്നവരും ദർശനം തരുന്ന കരുത്ത് അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വസിയത്തോടെ ഞാൻ സയ്യിദായ തമ്പുരാനെ എന്തൊരു ആദർശത്തിന് വേണ്ടിയും നിന്റെ ഇത് തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾ പുറന്തിരിഞ്ഞതിനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തനാശയക്കാരുമായി ഞങ്ങളെ നല്ല സൗഹൃദം പുലർത്തുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തനതായ ആശയാദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവர்களுം മഹാനായ കാന്തപുരം ഉസ്താദ് അവர்களுം നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും എല്ലാം വിരുദ്ധമായ നിരക്ക് എല്ലാവരെയും കൂട്ടുപിടിച്ചാലും ഇവരെ ഒറ്റപ്പെടുത്തുക എന്ന നിരക്കിൽ പോവുക. അവർ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമിയെ നമ്മുടെ സാദാത്തി ഓർമ്മക്ക് വേണ്ടി പറയുന്നവരെ അല്ലാഹു അവരെ കൂടെ ഇല്ല എന്നതിന് വ്യക്തമായ തെളിവാണ് നിങ്ങളോടും. അവർ ഈ പണിയെല്ലാം തുടങ്ങിയിട്ട് കാലങ്ങൾ അവർ ഏതൊരു പണി തുടങ്ങിയാലും കുറിക്കുന്നു. അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ ഞങ്ങളെ അതുകൊണ്ടല്ലേ സമസ്തയുടെ ആ ശക്തിയാണ് ഇവർ ഇങ്ങനെ ഓരോന്നുണ്ടാക്കുമ്പോഴും നാം കാണുന്നത്. ഇത്ര ജനങ്ങൾ പുറത്ത്, എത്ര ഇരട്ടി ജനങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഈ സമസ്തയുടെ നേതാക്കൾ അവരുടെ പിന്നിൽ നിന്ന് ജനങ്ങളൊക്കെ അതിവിടെ നടക്കുകയില്ല. മഹാന്മാരുടെ കൂടെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ വ്യക്തമായ തെളിവാണ് നമ്മുടെ ഉസ്താദുമാർ. ഇത് മാത്രമല്ല, നമ്മുടെ സാദാത്യങ്ങൾ അവരാണ് നമ്മുടെ ഇവിടെ മാർഗദർശനം തരുന്നവർ. സമസ്തയിൽ നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും മഹാനായ തങ്ങളുടെയും സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെയും അർഹമുറാഹിമായ നേതൃത്വത്തിൽ സയ്യിദായ തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം തരത്തിലുള്ള സ്വഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ ഞങ്ങളെ ഉറപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇവിടുത്തെ പുത്തനാശയക്കാർ സമ്മതിച്ചു, ഇവിടുത്തെ ഗവൺമെന്റ് സമ്മതിച്ചു, ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സംഘടനാ പാഠവും ഉസ്താദിന്റെ നേതൃത്വം വന്നതോടെ ഇവിടെ ഉണ്ടായ വലിയൊരു ശക്തിയും പറ്റുമെന്നായിരുന്നു അവർ കണക്കൂട്ടിയിരുന്നെങ്കിൽ അവരെ അങ്ങനെ വഴിപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ ശരിയായ റൂട്ടിൽ പോവുക. ഇത് വലിയ പവറുള്ള നമ്മുടെ ആലിമീങ്ങൾ അവരാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ മാർഗദർശനം മഹാനായ ഉസ്താദിന് പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് രാജ്യങ്ങളിലും ഞാൻ എന്റെ തലങ്ങളിലും ഉസ്താദിന്റെ പ്രശസ്തിയും രാജസയ്യിദായ തമ്പുരാനും ഞങ്ങളെ എല്ലാവരെയും നിന്റെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു സമ്മതിച്ച കാര്യമാണ്. സ്വഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ ചൊവ്വയെ കഴിഞ്ഞിട്ടില്ല ഉറപ്പിച്ചു നിർത്താൻ. അപ്പോഴാണ് ഇപ്പോ ഇനി മറ്റൊരു വഴി നോക്കുക. അതെന്താ? സമസ്തയിൽ ഇവരൊക്കെ തമ്മിൽ ഭിന്നിപ്പുണ്ട്. ആ പൂജ നിങ്ങൾ വെക്കണ്ട. ബഹുമാനപ്പെട്ട ഉസ്താദും ഞാനും തമ്മിൽ പേരോടും തമ്മിൽ അവരെ വഴിക്ക് വിടുക. നാം നമ്മുടെ റൂട്ടിൽ പോവുക. നമ്മുടെ സാദാത്യങ്ങൾ അവരാണ്. ആഗ്രഹമാണ് മാർഗദർശനം തരുന്നത്. എന്റെ ോടെ ഇത് നിങ്ങൾക്കറിയാത്തതുകൊണ്ട് വിരാമം കുറിക്കുന്നു. ഞാൻ ഇവിടെ സമസ്തയായ തമ്പുരാനെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ ചൊവ്വായ വഴി ഞങ്ങളെ ഉറപ്പിച്ചു എന്ത് വിഷയത്തിലാണ് തർക്കം? ബഹുമാനപ്പെട്ട ഉസ്താദ് ആ സേറെ മുബാറക്ക് ആദ്യത്തെ സേറെ മുബാറക്കുമായി ആദ്യ വർഷം തന്നെ തുടർന്നാണ്. ഉസ്താദ് ആരെയും നിർബന്ധിപ്പിച്ചില്ല. നാം അവരെ വഴിക്ക് വിടുക. നേരത്തെ നാം നമ്മുടെ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ സാധാരണകൾ അങ്ങനെയാണ്. അവരാണ് നമ്മുടെ എവിടെയും അങ്ങനെയാണ് തരുന്നവർ. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്നാൽ തന്നെ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാ കാലത്തും രാജസംഗീതായ തമ്പുരാനെയും ജനങ്ങളെ എല്ലാവരെയും അന്ന് പുലർച്ചെ പോയവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനന്ന് അവിടുത്തെ സ്വഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ ചൊവ്വായ വഴി അവിടെ നിന്ന് വിതരണം ചെയ്ത ആ മുടിമുക്കിയ വെള്ളം കൊണ്ടുപോകുന്നു. പൂനൂരിൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഉമ്മയുടെ വഫാത്തിന്റെ സമയത്ത് ആ വെള്ളവും സംസം വെള്ളവും ചേർത്തി ഉമ്മക്ക് ഞാൻ തന്നെ മുക്കി ഒഴിച്ചു കൊടുത്തതുമാണ്. കൊടുക്കുന്നുണ്ട്. ഞാൻ നിസ്കാരത്തിന് ശേഷം ഇൻഷാല്ലാഹ് ലൈവ് തുടർന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്കിൽ ആരെങ്കിലും അഡ്മിന്മാരാരെങ്കിലും മൈക്കെടുക്കുക. അറിയില്ല എന്നയാൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നാം അവരെ വഴിക്ക് വിടുക. നാം നമ്മുടെ ശരിയായ റൂട്ടിൽ പോവുക. നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ സാദാത്യങ്ങൾ അവരാണ് നമ്മുടെ മാർഗദർശനം തരുന്നത്. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ ചൊവ്വായ വഴി ഞങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ റഹ്മാനെ. അങ്ങനെയായ ഉസ്താദ് പറഞ്ഞോട് 100% എനിക്ക് വിശ്വാസമായി. പിന്നെ അതിന്റെ അപ്പുറം പോകേണ്ട ആവശ്യമില്ല. ഖദർജി അബൂദാബിയിലാണ്. ഇപ്പൊ പത്തീസായിട്ടുള്ള അബൂദാബിയിൽ. ഞാൻ അബൂദാബിയിൽ പോയപ്പോഴും അവിടെ പോയിട്ടില്ല. പോകാതിരിക്കാൻ കാരണം ഇല്ലാത്തൊരു വിഷയം. അത് അവരെ വഴിക്ക് വിടുക. ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ സാധാരണങ്ങൾ അവരാണ് നമ്മുടെ സംഘടനയിൽ ഉറച്ചു മാർഗദർശനം തരുന്നവർ. അതാണ് നമ്മുടെ എല്ലാമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തകൻ അവിടുത്തെ സ്വഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്തഖീമായ ചൊവ്വായ വഴി ഒരാൾ അവനെ മയ്യിത്ത് നിസ്കരിക്കാൻ പോലും കിട്ടുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കാനോ മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാനോ ഒരാളെ കിട്ടുകയില്ല. ഈ സംഘടനയിൽ നാം ശക്തമായി നിന്നാൽ നമുക്ക് എല്ലാം കിട്ടും, സംശയം വേണ്ട. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സംഘടനയെ ശക്തിപ്പെടുത്തി ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാലും
അതിലൊന്നും പെടാതെ ഇത് ഫസാദിന്റെ ലോകമാണ്. വഴിക്ക് വിടുക. ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്യങ്ങൾ അവരാണ് നമ്മുടെ തിരമാലകൾ കടലിൽ ഇടാറുപോലെ അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് നബിയോടും നിങ്ങളോടും തങ്ങളിൽ നിന്ന് ഫിത്നയെ സംബന്ധിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോ രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങളെ മറുപടി അവരെയും സ്വന്തം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന മുസ്ലിമായ ചൊവ്വായ വഴി കടലിലെ തിരമാലകൾ ചേർത്തേ റഹ്മാനെ. ഒന്ന് വന്നാൽ അതിന് പിന്നെ മറ്റൊന്ന്, അത് പോയാൽ വേറൊന്ന്. ഇങ്ങനെയുള്ള ആ ഫിത്ന എല്ലാ കാലത്തും നടക്കും. പക്ഷേ ഫിത്നയിൽ അപ്പെടാതെ പോകലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടമായ നേരം. എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ സമസ്ത പരാജയപ്പെടുന്ന പക്ഷം പിന്നെ ഇവിടെ ദീനില്ല. ഇവിടെ ഈ ഒരു സംഘടനയല്ലാതെ വേറെ ആരാണുള്ളത്? ശരിയായ റൂട്ടിൽ പറയുന്ന കൂട്ടർക്ക് നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്യങ്ങൾ അവരാണ് നമ്മുടെ അതിനെ മാർഗദർശനം തരുന്നവർ. അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നബിയോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തു അവരെ വഴിക്ക് വിടുക. നമ്മുടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നമ്മുടെ ഉസ്താദുമായ നമ്മുടെ ആലിമീങ്ങൾ സയ്യിദായ തമ്പുരാനെ അവരാണ് നമ്മുടെ എല്ലാവരെയും മാർഗദർശനം തരുന്നവർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കണമെന്ന് അവിടുത്തെ സഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന ആ മുസ്തഖീമായ വഴി ഞാൻ എന്റെ വാക്കുകളെ ഉറപ്പിച്ചു നിർത്താൻ റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബാക്കൾ താബിഈങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന ആ മുസ്തഖീമായ ചൊവ്വായ വഴി ഞങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ റഹ്മാനെ. കൊടുക്കുന്നുണ്ട്. ഞാൻ നിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ലൈവ് തുടരുന്നതാണ്. അസ്സലാമു അലൈക്കും.